നിങ്ങൾ എന്റെ കൂടെ എപ്പോഴും നടക്കേണ്ട. ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയോട് മമ്മൂട്ടി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ തന്റെയൊപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് നീരസം പ്രകടിപ്പിച്ച നടൻ മമ്മൂട്ടി. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം. ഏതായാലും ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ടു മുൻപാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിലെത്തിയത് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ കെ റൌഫിക് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നേരത്തെ തന്നെ ടൗൺഷിപ്പിലുണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മമ്മൂട്ടി സർക്കാരിന്റെ PR ടീമിനെ പൊളിച്ചടിക്കൂ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു. വയനാട് PR ആഘോഷവുമായി ഇറങ്ങിയ സംസ്ഥാന സർക്കാരിനും CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും സോഷ്യൽ മീഡിയ വക കൊട്ടോടുകൊട്ട്. കാരണം മറ്റൊന്നുമല്ല, മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി ഇന്ന് അവിടെ സന്ദർശിച്ചപ്പോൾ ജനങ്ങൾ നൽകിയ പണമാണ് വയനാട് ടൗൺഷിപ്പ് എന്ന് മെഗാതാരം പറഞ്ഞതോടെ സർക്കാരിന്റെ PRനെ വെട്ടിലാക്കിയോ മമ്മൂട്ടി എന്ന പുതിയ ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചതും പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചതും വെറുതെ നാടകമാണെന്നൊക്കെ പറഞ്ഞും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്നേഹം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയവർക്ക് ഇപ്പോൾ അതാ 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയും സർക്കാരും ഒന്നും ഔദാര്യമായി നൽകിയതല്ല, ജനങ്ങൾ നൽകിയ പണമാണ് വയനാട് ടൗൺഷിപ്പ് എന്നും മമ്മൂട്ടി വ്യക്തമാക്കിയതോടെ ഏതായാലും സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണോ, PR ടീമിനെ വെട്ടിലാക്കിയിരിക്കുകയാണോ മമ്മൂട്ടി എന്നാണ് പുതിയ സോഷ്യൽ മീഡിയയുടെ ചോദ്യം. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. വയനാട് ടൗൺഷിപ്പിൽ നേരിട്ടെത്തിയാണ് മമ്മൂട്ടി പറഞ്ഞത്. ഏതായാലും വീഡിയോ വൈറലായതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് മമ്മൂട്ടിയെ അഭിനന്ദിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും സർക്കാരിനെ ട്രോളിക്കൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാമൂഹിക മൂലധനം ഉള്ളതെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും വയനാടെന്നും മമ്മൂട്ടി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച മാതൃകാ ടൗൺഷിപ്പ് കാണാൻ നേരിട്ടെത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി. ടൗൺഷിപ്പ് നടന്നു കണ്ട മമ്മൂട്ടി താമസക്കാരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് മടങ്ങിയത്. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നതെന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാമൂഹിക മൂലധനം ഉള്ളതെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. അപൂർവമായി മാത്രമേ ഇങ്ങനെ ഉണ്ടാകൂ. ഒരു നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നിരാശ്രയരായ ആപത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയതാണിത്. ഇത് സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളാണ്. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്നും പിരിച്ച കാശാണ് സർക്കാർ കൊടുക്കുന്നത്. കേരളത്തിന്റെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹിക മൂലധനമാണ് ഈ കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. ടൗൺഷിപ്പിലെത്തിയ മമ്മൂട്ടിക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചു. ഏതായാലും പ്രധാനമന്ത്രിയുടെ താടിയിൽ കുറുമ്പോടെ പിടിച്ച നൈസമോൾക്ക് കേരള സർക്കാർ ടൗൺഷിപ്പിൽ ആശ്വാസ തണൽ വീടായി. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതൊന്നും പ്രധാനമന്ത്രി കൊടുത്തില്ല, മുഖ്യമന്ത്രി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് തള്ളാനിറങ്ങിയ CPMന്റെ സൈബർ PR ടീമിനെ വെട്ടിലാക്കിക്കൊണ്ട് മമ്മൂട്ടി ഇപ്പോൾ പറഞ്ഞതാണ് ചർച്ചയാകുന്നത്. ഇത് ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ സ്നേഹമാണ്, ഇത് കേരളത്തിന്റെ മാത്രം മാതൃകയാണെന്നുള്ളത്.